ക്ഷീരമേഖലയുടെ സർവതല സ്പർശിയായി മാറിയ കൊല്ലത്തെ പടവ് 2026 എക്സിബിഷന് സമാപനം. ക്ഷീരകർഷകരെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിക്കുന്നതിന്റെ കൂടി നേർക്കാഴ്ചയായിരുന്നു പ്രദർശനം. കണ്ടോ എങ്ങനെയുണ്ട് ഇതൊക്കെ? ഇത് ആരാ ഇതൊക്കെ? പശുക്കുട്ടിയാ? കൊള്ളായിരുന്നു. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. അവൻ എൻജോയ് ചെയ്തു. അവന് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഈ കൗവിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് നന്നായിരുന്നു. ക്ഷീരവികസന വകുപ്പിന്റെ പടവ് 2026 കുരുന്നുകളും രക്ഷിതാക്കളും ഏറ്റെടുത്ത് ജനകീയമാക്കി. ക്ഷീരവികസനത്തിന് ഇടതുപക്ഷ സർക്കാർ എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ കൂടി ദൃഷ്ടാന്തമാണ് ഈ എക്സിബിഷൻ. ക്ഷീരവികസന വകുപ്പിന്റെ ഫാം ടു ഫോർക്ക് എന്ന തീമിൽ അധിഷ്ഠിതമായ പ്രത്യേക സ്റ്റാൾ ഡയറി എക്സ്പോയിൽ കാണാം. പശുവിന്റെ അകടിൽ നിന്ന് ചുരത്തുന്ന പാൽ ഉപഭോക്താവിലേക്ക് എത്തുന്നതുവരെ കടന്നുപോകുന്ന വിവിധ ഘട്ടങ്ങളും പ്രക്രിയകളും സ്റ്റാളിൽ വിപുലമായി അവതരിപ്പിച്ചു. പാൽ ശേഖരണം, ഗുണനിലവാര പരിശോധന, സംസ്കരണം, പാക്കേജിംഗ്, വിതരണ സംവിധാനം എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ദൃശ്യാവിഷ്കാരങ്ങളുടെയും മോഡലുകളുടെയും സഹായത്തോടെ ഒരുക്കി. ഇതോടൊപ്പം വിവിധതരം മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സ്റ്റാളിലുണ്ട്. ക്ഷീരവികസന വകുപ്പ് വഴി നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും വളരെ വിശദമായി ഡിജിറ്റൽ രൂപത്തിലും പ്രദർശിപ്പിച്ചു. പാലായി തന്നെ വിൽക്കുന്നതിനേക്കാൾ പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ സാധിക്കും. അതിലൂടെ കർഷകൻ്റെ വരുമാനം ഇരട്ടിയാക്കാം. ഡബിളിംഗ് ഫാമേഴ്സ് ഇൻകം, വരുമാന വർധനവ്, ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഉൽപ്പന്ന നിർമ്മാണ പരിശീലനങ്ങൾ നമ്മൾ നൽകി വരുന്നത്. അതിന് ചെറിയ ഓരോ നമ്മൾ വലിയൊരു ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ചെയ്യുന്ന ഒരു യന്ത്രത്തിൻ്റെ മിനിയേച്ചർ രൂപം വച്ചിട്ടാണ് പരിശീലന കേന്ദ്രങ്ങളിൽ ചെയ്യുന്നത്. പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വനിതകൾക്ക് പരിശീലനം നൽകുന്നതും തുടരുന്നു. കണ്ടില്ലേ, ഇതാണ് ഈ എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ ക്ഷീരം സംഘങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, ക്ഷീരവികസനം എന്തൊക്കെയാണ്, അങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനൊപ്പം ഇതുപോലെയുള്ള ഇൻസ്റ്റലേഷൻസ് കൊണ്ട് ഈ പശുവിനെയും പശുക്കുട്ടിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് കൊച്ചു കുരുന്നുങ്ങളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ ഇതുമായി അടുപ്പിക്കുകയാണ്, മൃഗസ്നേഹം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് ക്ഷീരവികസന വകുപ്പ്. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.